Hi friends, I am Colonel Dr. Ravindra Babu, MD of the Colonel's Academy, Sultan Bathery, Wayanad. ഇന്ന് ഞാൻ ഇംഗ്ലീഷ് ട്യൂട്ടോറിയലാണ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ പോകുന്നത്. വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ടെൻസസ് എന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. നേരത്തെ വീഡിയോ ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് കുറച്ച് ലോങ് വീഡിയോ ആവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കംപ്ലീറ്റ്ലി കാണുക. നിങ്ങൾക്ക് വേരിയസ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് നല്ല മാർക്ക് വാങ്ങിത്തരാൻ പറ്റാവുന്ന ഒരു വീഡിയോ കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സിമ്പിൾ പ്രസൻറ്റ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് റെഗുലർ ഇൻ്റർവെല്ലിൽ നടക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ആയിട്ട് പറയാറ്. ലൈക്ക് ഹി വേക്സ് അപ്പ് അറ്റ് 8 o'clock എവറി ഡേ. അപ്പോൾ അതൊരു ഹാബിച്വൽ ആക്ഷൻ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം സിമ്പിൾ പ്രസൻറ്റിൻ്റെ റൂൾസ് എന്താണെന്ന് നോക്കാം. വേർബ് 1 പ്ലസ് എസ് ഓർ ഇ എസ് ആണ് സിമ്പിൾ പ്രസൻറ്റിൻ്റെ റൂള് വെൻ വി ആർ യൂസിങ് ഹീ, ഷീ, ഇറ്റ് ഓർ സിംഗുലർ സബ്ജക്റ്റ്. ഒന്നുകൂടി പറയാം, ഹീ, ഷീ, ഇറ്റ് ഓർ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ വെർബ് 1 പ്ലസ് എസ് ഓർ ഇ എസ് ആഡ് ചെയ്യണം. അങ്ങനെ വരുമ്പോഴാണ് അത് ഒരു സിമ്പിൾ പ്രസൻ്റ് ആയിട്ട് വരുന്നത്. ഗോ എന്നുള്ള ഗോസ് എന്നുള്ളതാവും. ഓക്കെ, ഗോ എന്നുള്ള വെർബ് ഗോസ് എന്നുള്ള ആയി തീരും. അതുപോലെ തന്നെ നമ്മൾ ദേ, യു, ഐ ഇത് മൂന്നുമാണ് അല്ലെങ്കിൽ ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ് എങ്കിൽ നമ്മൾ V1 മാത്രമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഗോ എന്നുള്ളത് ഗോ തന്നെ ആയിരിക്കും. I go to market every day. They go to market every day. അത് നമ്മൾ സിംഗുലർ ആണ് അല്ലെങ്കിൽ ഹീ, ഷീ, ഇറ്റ് ആണെങ്കിൽ ഷീ ഗോസ് ടു മാർക്കറ്റ് എവറി ഡേ, ഹീ ഗോസ് ടു മാർക്കറ്റ് എവറി ഡേ, ഇറ്റ് ഗോസ് ടു മാർക്കറ്റ് എവറി ഡേ. അപ്പോൾ GOES ഗോസ് എന്ന് വരും. അപ്പം ഇതാണ് ബേസിക് റൂൾ ഫോർ സിമ്പിൾ പ്രസൻറ്റ്. ഞാൻ നേരത്തെ സിമ്പിൾ പ്രസൻറ്റിനെ പറ്റി പറഞ്ഞു. സിമ്പിൾ പ്രസൻറ്റ് ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ നടക്കുന്ന സംഗതി ആണ് അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ പ്രസൻറ്റ് ഇൻഡെഫിനിറ്റ് എന്നും അതിനെന്ത് പറയാറുണ്ട്, ഇതിനെ പറയാറുണ്ട്, സിമ്പിൾ പ്രസൻറ്റിനെ പറയാറുണ്ട്. അപ്പം നമുക്ക് ചില കണ്ടീഷൻസ് നോക്കാം. ഏതെല്ലാം കണ്ടീഷൻസിലാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് സാധാരണ യൂസ് ചെയ്യാറെന്നുള്ളത്. ലൈക്ക് എ ഹാബിച്വൽ ആക്ഷൻ, ഹീ വേക്സ് അപ്പ് അറ്റ് 8 o'clock എവറി ഡേ. ഓക്കെ, അത് ഒരു ഹാബിച്വൽ ആക്ഷൻ ആയാണ്. അയാൾ 8 മണിക്ക് സാധാരണഗതിയിൽ അയാൾ സാധാരണയായിട്ട് 8 മണിക്കാണ് എഴുന്നേൽക്കാറ് എന്നുള്ള ഒരു സംഗതി. ഹി വേക്സ് അപ്പ് അറ്റ് 8 o'clock എവറി ഡേ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഈ ക്ലൂ കിട്ടും. എവറി ഡേ എന്ന് പറയുന്ന സമയത്ത് അതൊരു ഹാബിച്വൽ ആക്ഷൻ ആണെന്ന്. അങ്ങനെ വരുന്ന സമയത്ത് ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് സിമ്പിൾ പ്രസൻറ്റ് ആണെന്നാണ്. നൗ യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് ട്രൂത്ത്, ദി സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. എപ്പോഴും സൺ ഈസ്റ്റിൽ തന്നെയാണ് റൈസ് ചെയ്യുക. അത് ഉദിക്കുന്നത്, സൺ ഉദിക്കുന്നത് അവിടെയാണ്, സൂര്യൻ ഉദിക്കുന്നത് ഈസ്റ്റിലാണ്, കിഴക്കാണ് എന്നാണ്. സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. ഇത് ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ്. അതും സിമ്പിൾ പ്രസൻറ്റിലാണ് നമ്മൾ പറയാറ്. നമുക്ക് ഒരു പേപ്പർ, ന്യൂസ് പേപ്പർ, അതിൻ്റെ ഹെഡ്ലൈൻ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കുന്നത് മിക്കവാറും അത് സിമ്പിൾ പ്രസൻറ്റിലായിരിക്കും. PM വിസിറ്റ്സ് വയനാട് ടുമാറോ. നാളെ ആണ് വരുന്നത്, പ്രസൻറ്റ് ടെൻസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കൂ, നമ്മൾ PM വിസിറ്റ്സ് വയനാട് ടുമാറോ, ടുമാറോ ആണ്. ടുമാറോ ആണെങ്കിൽ പോലും നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസൻറ്റിലാണ്. 2 കാരണമാണ് അതിനകത്തുള്ളത്. ഒന്ന്, PMൻ്റെ വിസിറ്റ് ഒരു നോർമൽ വിസിറ്റ് അല്ല. ഇറ്റ് ഹാസ് ടു ബി എ പ്രീ പ്ലാൻഡ് ആക്ഷൻ. സോ എനി പ്രീ പ്ലാൻഡ് ആക്ഷൻ ഈസ് ഗിവൺ ഇൻ സിമ്പിൾ പ്രസൻറ്റ്. ആൻഡ് മോർ ഓവർ ഇത് ഒരു ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻ കൂടിയാണ്. അപ്പം ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ് സാധാരണഗതിയിൽ നമുക്ക് കാണാൻ കഴിയും ഇത് സിമ്പിൾ പ്രസൻറ്റിലാണ് യൂസ് ചെയ്യുന്നത്. PM വിസിറ്റ്സ് വയനാട് ടുമാറോ. ഇനി നമ്മൾ ഒരു കോട്ട് ചെയ്യുകയാണ്. ഗീത സെയ്സ് ടെൽ ദി ട്രൂത്ത്. അപ്പം ആ സത്യം വജ എന്നുള്ള ഗീതയുടെ
കോട്ട് നമ്മൾ പറയുമ്പോൾ ഗീത സെയ്സ്, ബൈബിൾ സെയ്സ് ലവ് ദൈ നെയ്ബർ, നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള ദൈ നെയ്ബർ, ലവ് ദൈ നെയ്ബർ, ഇത് പറയുന്നത് ബൈബിൾ സെയ്സ്. അപ്പം സേയുടെ കൂടെ എസ് കൂടി ചേർത്തിട്ടുണ്ട്, സെയ്സ് എന്നാണ് പറയുക. അതുപോലെ തന്നെ നമ്മളൊരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് പറയണമെന്നുണ്ടെങ്കിലും നമ്മൾ പറയുന്നത് സിമ്പിൾ പ്രസൻറ്റിലാണ്. അപ്പം നമുക്കിത് ഓർമ്മ വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട് നമ്മൾ പുറത്തേക്ക് നോക്കുന്നു, പുറത്തേക്ക് നോക്കിയതിന് ശേഷം നമ്മൾ സൂര്യനെ കണ്ടു. അതുപോലെ തന്നെ നമ്മൾ അതിന് ശേഷം നമ്മൾ ന്യൂസ് പേപ്പർ ഒന്ന് എടുത്ത് നോക്കുന്നു. ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിയിട്ട് നമ്മൾ അതിൽ ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻ കാണുന്നു. അതുപോലെ തന്നെ നമ്മൾ രാവിലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ബൈബിളോ ഖുറാനോ ഇതൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ബൈബിൾ സെയ്സ്, കോട്ട്സ്. ഓക്കെ, നൗ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് ദാറ്റ് സംടൈംസ് വെൻ വി ഗെറ്റ് ലേറ്റ്, നമ്മൾ ഒരുപാട് ലേറ്റായിപ്പോയി, ഓഫീസിൽ പോകാൻ നേരം വഴുകി, ഓ മൈ ഗോഡ് ദർ ഗോസ് ദി ബസ്, എൻ്റെ ബസ് പോയി. ഓക്കെ, ദർ ഗോസ് ദി ബസ്. ഓക്കെ, ഇതൊക്കെ പറയുന്നത് നമ്മൾക്ക് ഒരു നമ്മൾ ഇതേപോലെ തന്നെ ഒരു റൊട്ടീൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, സിമ്പിൾ പ്രസൻ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് മോർണിംഗ്, ഇറ്റ്സ് എ ഹാബിച്വൽ ആക്ഷൻ. യു വേക്ക് അപ്പ് ഇൻ ദി മോർണിംഗ്, then you see the curtain and outside the sun rises in the east, then the newspaper headlines, thereafter pre-planned action, that is the PM visits Wayanad tomorrow. You pray there, that it is the Bible says or the Gita says or the Quran says. Then you have the exclamatory sentences. So all these are given in simple present. There are other conditions also where simple present is used. Like certain verbs are always used in simple present. That aspect I will cover in the next video. So today, to sum up, we must know what we have learned. എന്താണ് നമ്മൾ ഇതുവരെ പഠിച്ചതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആസ്പെക്ട് സിമ്പിൾ പ്രസന്റിന്റെ റൂൾ എന്താണ്? V1 plus S or ES when the subject is he, she or it or singular subject. Then second aspect is when plural subject or they, you, I, we use only V1. Okay, S or ES is not used there. So this is what the rule. And also we have seen conditions. The conditions are like habitual action, universal truth, newspaper headlines, you have pre-planned action, then Gita or Bible says, the quote, then we have the exclamatory sentences. These are the kind of things where we use the simple present. ഇത്രയും നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയാൽ ഒരു ടെൻസ് എങ്കിലും നമ്മളെ കയ്യിലായി നമ്മൾക്ക് അഡീഷണൽ മാർക്ക് കിട്ടാനുള്ള ഒരു കാര്യമായി. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ നല്ല എക്സാം എഴുതാൻ പറ്റട്ടെ. ഓൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. കേണൽസ് അക്കാഡമി സുൽത്താൻ ബത്തേരി is with you. Jai Hind. Colonel's Academy, Sultan Bathery, Wayanad.